Hi, good morning. In today's lecture, we are going to discuss about Gibbs free energy or Gibbs energy. In our previous classes, we have already discussed about the entropy criterion for a system alone. That is, entropy considerations for the system alone. That is, for the system alone, the entropy criteria are delta S constant U and V greater than 0 for an irreversible or spontaneous process, or delta S at constant U and V is equal to 0 for a reversible process and for equilibrium also. അതായത് ഒരു സിസ്റ്റം എലോൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി ക്രൈറ്റീരിയ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡെൽറ്റ അറ്റ് എസ് അറ്റ് കോൺസ്റ്റൻറ്റ് യു ആൻഡ് വി ഈസ് ഗ്രേറ്റർ ദാൻ 0 for an irreversible process, that is spontaneous process, and change in entropy at constant U and V. U എന്താ internal energy, V volume. കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എനർജിയും കോൺസ്റ്റൻറ്റ് വോളിയത്തിലും ഒരു റിവേഴ്സിബിൾ ആൻഡ് ഇക്വലിബ്രിയം പ്രോസസ്സിന് എൻട്രോപ്പി ചേഞ്ച് ഈക്വൽ ടു 0 ആണ്. എന്താണ് എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ സിസ്റ്റം എലോൺ? ഒരു പ്രാക്ടിക്കലി ഫിസിക്കലി കെമിസ്ട്രിയിൽ ഈ ഒരു സിസ്റ്റം എലോൺ ഈ ഒരു കണ്ടീഷൻസിന് എൻട്രോപ്പിയുടെ ഈ ഒരു കണ്ടീഷൻസിൽ വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ജനറലി നമ്മൾ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നില്ല, കോൺസ്റ്റൻറ്റ് കണ്ടീഷൻസ് ഓഫ് എനർജിയിലും വോളിയത്തിലും പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് വലിയൊരു പ്രാക്ടിക്കൽ വാല്യൂ ഫിസിക്കൽ കെമിസ്ട്രിയിൽ എൻട്രോപ്പി കൺസിഡറേഷൻസ് ഓഫ് സിസ്റ്റം എലോൺ ഇല്ലാത്തത്. ദെൻ അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നത്, ഗിബ്സ് എനർജി ഫംഗ്ഷൻ ലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് എ തെർമോഡൈനാമിക് ഫംഗ്ഷൻ. ഇത് ഗിബ്സ് എനർജി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷനാണ്. അതിൻ്റെ ബേസിസിൽ നമ്മളൊരു സിസ്റ്റം എലോൺ കൺസിഡർ ചെയ്യുകയാണ്. സ്പോണ്ടേനിയസ് ആണോ, നോൺ സ്പോണ്ടേനിയസ് ആണോ, ഇക്വിലിബ്രിയത്തിലാണോ എന്നുള്ളത് ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്, അതാണ് ഈ ഗിബ്സ് എനർജി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. സോ ഫ്രീ എനർജി ഓർ ഗിബ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജിയെ ഫ്രീ എനർജി എന്ന് കൂടി പറയും. ഫ്രീ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയാം, ഗിബ്സ് എനർജി എന്ന് പറയാം, ഓർ സിംപ്ലി ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ലെറ്റ് us define ഗിബ്സ് എനർജി ഓർ ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ്. ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? G is equal to H minus Ts. H എന്താണ്? H is എൻതാൽപ്പി, T ടെമ്പറേച്ചർ, S എൻട്രോപ്പി. ദെൻ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. ഒരു പ്രോസസ്സ് ഒരു സ്റ്റേറ്റ് 1 നിന്നും സ്റ്റേറ്റ് 2 പോകുന്നു. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് പ്രോസസ്സ് നടക്കുന്നത്. സോ സ്റ്റേറ്റ് 1 ഇനിഷ്യൽ സ്റ്റേറ്റിൽ അതിൻ്റെ എൻതാൽപ്പി വാല്യൂ H1 ആണ്, ഗിബ്സ് ഫംഗ്ഷൻ്റെ വാല്യൂ G1 ആണ്, എൻട്രോപ്പി വാല്യൂ S1, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് T. ദെൻ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഫൈനൽ സ്റ്റേറ്റിൽ അതിൻ്റെ വാല്യൂ G2, H2, S2, അതായത് ഫ്രീ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പിയുടെ വാല്യൂ, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് T. സോ നമുക്ക് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റേറ്റ് 1 നിന്നും സ്റ്റേറ്റ് 2 പോകുന്ന ഒരു പ്രോസസ്സിൻ്റെ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിലെ മൈനസ് ഇനിഷ്യൽ സ്റ്റേറ്റിലെ ഗിബ്സ് ഫംഗ്ഷനാണ്. സോ ഗിബ്സ് ഫംഗ്ഷൻ H മൈനസ് Ts ആണ്. G2 എന്ന് പറയുമ്പോൾ H2 മൈനസ് TS2, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് T, മൈനസ് H1 മൈനസ് TS1. ഇതിൽ H2 മൈനസ് H1 മൈനസ് T ഇവിടെ എസിന് കോമൺ ആണ്, അതുകൊണ്ട് T പുറത്തെടുക്കുകയാണ്, S2 മൈനസ് S1. സോ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഇതാണ് എന്തെന്ന് ഗിബ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞത്. ദ റിലേഷൻ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S ക്യാൻ ബി റിഗാർഡഡ് ആസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനാമിക് ഇക്വേഷൻ കോൾഡ് ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ. സോ ഇതെന്ന് പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെർമോഡൈനാമിക് ഇക്വേഷനാണിത്. ഇതിന് നമുക്ക് എന്ത് പറയാം? ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഗിബ്സ് എനർജിയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഇൻറ്റു ഡെൽറ്റ S. ഗിബ്സ് എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ചേഞ്ച് മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ദെൻ ലെറ്റ് us ഡിസ്കസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രീ എനർജി. ഫ്രീ എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. For a process carried out at constant temperature and pressure according to the first law of thermodynamics. ഒരു പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എങ്ങനെ എഴുതാം? അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു Q പ്ലസ് W. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞത് ഹീറ്റ് അബ്സോർബ്ഡ് പ്ലസ് എന്താണ് വർക്ക് ഡൺ, അതാണ്. So ഇതാണ് ഫസ്റ്റ് ലോ. ദെൻ ദ വർക്ക് മേ ബി എക്സ്പാൻഷൻ വർക്ക് ഓർ അതർ കൈൻഡ്സ് ഓഫ് വർക്ക് വിച്ച് ക്യാൻ ടേം നോൺ എക്സ്പാൻഷൻ വർക്ക്.
സോ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് പ്ലസ് വർക്ക് ഡൺ ആണ്. ഓക്കെ, അബ്സോർബ് ചെയ്ത ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സമ്മാണ് എന്ന് പറയുന്നു. ഈ വർക്ക് എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട്. എക്സ്പാൻഷൻ വർക്ക് ഉണ്ട്, പ്രഷർ വോളിയം വർക്കിനെയാണ് എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എക്സ്പാൻഷൻ വർക്ക് ഉണ്ടാകും. എക്സ്പാൻഷൻ വർക്ക് അല്ലാത്ത തരം വർക്കുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയാം. ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. സോ അതിന് എക്സ്പാൻഷൻ വർക്ക് നമുക്ക് ഡബ്ല്യു എക്സ്പാൻഷൻ എന്ന് കൊടുക്കാം. മറ്റ് ടൈപ്പ്, അതായത് എക്സ്പാൻഷൻ വർക്ക് അല്ലാത്ത തരം വർക്കുകളാണെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലോനെ എങ്ങനെ മാറ്റി എഴുതാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇപ്പോൾ രണ്ട് തരം വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. വർക്ക് എക്സ്പാൻഷൻ ആകാം പ്ലസ് നോൺ എക്സ്പാൻഷൻ. ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പി. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദെൻ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. അതായത് ഈ ഒരു ഡബ്ല്യു എക്സ്പാൻഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പാൻഷൻ വർക്ക് ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കുന്നതെങ്കിൽ എക്സ്പാൻഷൻ വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, അപ്പോൾ ക്യൂ, അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. സോ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഈ ഡബ്ല്യു എക്സ്പാൻഷന് പകരം നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് പി ഡെൽറ്റ വി പ്ലസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ നമ്മൾ ക്യൂ എന്ത് ചെയ്തു? ക്യൂ ഇസ് ഈക്വൽ ടു എന്ന് ഈ ഇക്വേഷൻ മാറ്റി എഴുതാണ്. ഈ ഇക്വേഷനിൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ക്യൂവിന് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഈ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് പി ഡെൽറ്റ വി ആകും. പ്ലസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ആയിട്ട് മാറും. ഓക്കെ, so Q is equal to delta U plus P delta V minus W non expansion. Then already നമ്മൾ change in enthalpy is equal to change in internal energy plus P delta V. Okay, delta H is equal to delta U plus P delta V. ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇപ്പോൾ എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷനാണിത്. സോ ഇവിടെ എന്താണ്? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഉണ്ട്. ഓക്കെ, സോ ഇതെന്താണ്? ഈ രണ്ട് ടേമിനെയും കൂടി നമുക്ക് ഒരുമിച്ച് എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ദെൻ ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് ഒരു പ്രോസസ്സ് റിവേഴ്സിബിളി നടക്കുന്നു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഇതെന്താണ്? നമുക്കറിയാം ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. എൻട്രോപ്പിയുടെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. ഇതിന് നമുക്ക് സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്നും പറയാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. From this equation we can see that Q reversible is equal to T into delta S. Q reversible കണ്ടുപിടിക്കാൻ ഈ ഡിവൈഡഡ് ബൈ ടി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് പോകുമ്പം ഇൻറ്റു ടി ആകും. ദെൻ Q reversible is equal to T into delta S. Then T delta S is equal to നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിൽ ക്യൂവിന് പകരമായിട്ട് എന്ത് കൊടുക്കുകയാണ്? ഇത് ക്യൂ റിവേഴ്സിബിൾ ആണ്. ക്യൂ റിവേഴ്സിബിളിന് പകരം ടി ഡെൽറ്റ എസ് കൊടുക്കുകയാണ്. ഇവിടെ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ഡെൽറ്റ എസ് എന്ന് കിട്ടി. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ടി ഡെൽറ്റ എസ്. ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. സോ ഇത് എന്ത് ചെയ്യുക? ഈ ഡബ്ല്യു നോൺ എക്സ്പാൻഷനെ ഈ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ടേംസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോകും. സോ ഡബ്ല്യു നോൺ എക്സ്പാൻഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ടി ഡെൽറ്റ എസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. സോ ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദെൻ ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സോ ഇത് നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇത് എന്താണ്? ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിയാണ്. ഓക്കെ, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ഡെൽറ്റ ജി. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ ജി എന്ന് കൊടുക്കാം. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താണ്? നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് കിട്ടി. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നോൺ എക്സ്പാൻഷൻ. നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഡബ്ല്യു യൂസ്ഫുൾ വർക്ക് എന്നും എഴുതാം. സോ നമുക്കിത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
if work is done by the system in the process it would carry a negative sign അല്ലേ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഒരു സിസ്റ്റത്തിൽ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് നെഗറ്റീവ് ആയിരിക്കും കോസിങ് ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് അങ്ങനെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സിസ്റ്റം ചെയ്യുന്ന വർക്ക് നമ്മൾ നെഗറ്റീവായിട്ടും സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്കിനെ പോസിറ്റീവായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് സൈൻ കൊടുക്കണം ഡിക്രീസ് ഇൻ ദ ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് at constant temperature and pressure is equal to the maximum useful work done by the system. Okay. അപ്പോൾ ഇവിടെ എന്താണ് ഈ നോൺ എക്സ്പാൻഷൻ വർക്കാണ് നമുക്ക് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എന്ന് കിട്ടിയത് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിൽ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഗിബ്സ് എനർജിയിലെ ഡിക്രീസ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന ഒരു പ്രോസസ്സിലെ ഗിബ്സ് എനർജിയുടെ ഡിക്രീസ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് ആ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഗിബ്സ് എനർജിയുടെ ചേഞ്ച് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ആ സിസ്റ്റം ചെയ്ത മാക്സിമം യൂസ്ഫുൾ വർക്കിന് ഈക്വൽ ആയിരിക്കും ഓക്കെ സോ വി മേ എക്സ്പ്രസ് ദിസ് ഫാക്ട് without violating the thermodynamic sign convention. Thermodynamic sign conventionsനെ വയലേറ്റ് ചെയ്യാതെ നമുക്കിത് എങ്ങനെ എഴുതാം മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു യൂസ്ഫുൾ അതായത് ഒരു പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗിബ്സ് എനർജിയിലെ ഡിക്രീസ് ഗിബ്സ് എനർജി കുറയുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിബ്സ് എനർജിയിലെ കുറവ് എന്തിന് ഈക്വലാണ് ആ സിസ്റ്റം ചെയ്ത മാക്സിമം യൂസ്ഫുൾ വർക്കിന് ഈക്വലാണ് സോ അതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് എന്ന് കൊടുത്തത് അങ്ങനെ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഗിബ്സ് എനർജി കുറയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ജി ടി പി അതായത് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു യൂസ്ഫുൾ ദാറ്റ് ഈസ് അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഒരു കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഗിബ്സ് എനർജി കുറയുന്നു എന്ന് പറയുന്നത് ആ ഒരു ഗിബ്സ് എനർജിയുടെ കുറവ് എന്തിന് ഈക്വലാണ് സിസ്റ്റം ചെയ്ത മാക്സിമം യൂസ്ഫുൾ വർക്കിന് ഈക്വലാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി മാക്സിമം യൂസ്ഫുൾ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റമാണ് ചെയ്യുന്നത് സോ ദാറ്റ് വി ക്യാൻ പുട്ട് എ നെഗറ്റീവ് സൈൻ if work is done by the system it would carry a negative sign ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും that is the decrease in the Gibbs energy of a system in a reversible process at constant temperature and pressure is equal to the maximum useful work done by the system so ഈ സിസ്റ്റം ചെയ്ത മാക്സിമം യൂസ്ഫുൾ വർക്കിന് ഈക്വൽ ആണ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന റിവേഴ്സിബിൾ പ്രോസസ്സിലെ ഗിബ്സ് എനർജിയുടെ ഡിക്രീസ് ഓക്കെ സോ എന്തൊക്കെയാണ് ഗിബ്സ് ഫ്രീ എനർജിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫംഗ്ഷൻ ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്ന് കൊടുത്തു അതിൽ ഒരു സിസ്റ്റം ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാണ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിൽ അത് ഇനിഷ്യൽ സ്റ്റേറ്റിലെ ജിയുടെ വാല്യൂ ജി വണ്ണും എൻതാൽപ്പിയുടെ വാല്യൂ എച്ച് വൺ എൻട്രോപ്പിയുടെ വാല്യൂ എസ് വണ്ണുമാണ് ഈ ഫൈനൽ സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ അത് ജി ടു എച്ച് ടു എസ് ടു ആകുന്നു സോ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടുന്നു ഇത് നമ്മൾ ഈ ഫ്രീ എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിലേക്ക് കടന്നു അതായത് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ഡബ്ല്യു ആണെന്ന് കിട്ടി ഈ ഡബ്ല്യു രണ്ട് തരം വർക്കാകാം ഒന്നുകിൽ എക്സ്പാൻഷൻ വർക്കാകാം അല്ലെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്കാകാം എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം വർക്കുള്ളത് ഓക്കെ ദെൻ ഇപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ ക്യൂ പ്ലസ് ഡബ്ല്യു എക്സ്പാൻഷൻ പ്ലസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ എഴുതി ഇനി പ്രോസസ്സ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ വർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ് സോ ഇൻസ്റ്റെഡ് ഓഫ് ഡബ്ല്യു എക്സ്പാൻഷൻ വി ക്യാൻ put minus p delta v okay then അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പ്രഷനിൽ നിന്നും ക്യൂ ഇസ് ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിച്ചു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ സോ ഇതിൽ നിന്നും ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഡെൽറ്റ എച്ച് ആണെന്ന് കിട്ടി ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഇനി പ്രോസസ്സ് റിവേഴ്സിബിളി നടക്കുന്നൊരു പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ് ഇതിൽ നമുക്ക് ക്യൂ റിവേഴ്സിബിൾ എന്ത് കിട്ടും ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും സോ ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ എന്ത് കൊടുക്കുകയാണ് ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഇതിൽ നിന്നും ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ നമുക്ക് എന്ത് കിട്ടി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടുന്നു ദെൻ ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടുന്നു ഇതെന്താണ് ദിസ് ഈസ് ഡെൽറ്റ ജി ഇത് ഡെൽറ്റ ജി ആണ് ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ
നോൺ എക്സ്പാൻഷൻ വർക്ക്. ദാറ്റ് ഈസ് അത് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു യൂസ്ഫുൾ. നമ്മൾ തെർമോഡൈനാമിക് കൺവെൻഷൻസ് പ്രകാരം മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു യൂസ്ഫുൾ. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നടക്കുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലെ ഗിബ്സ് എനർജി ചേഞ്ച് എന്തിന് ഈക്വൽ ആണ്? ആ സിസ്റ്റം ചെയ്ത മാക്സിമം യൂസ്ഫുൾ വർക്കിന് ഈക്വൽ ആണ്. ഓക്കെ, സോ നമുക്ക് ഫ്രീ എനർജിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫ്രീ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ വിത്ത് ഇറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. സോ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി എന്ന് പറഞ്ഞത് ആ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയാണ്. മാക്സിമം എമൗണ്ട് ഓഫ് എനർജി വിത്ത് ഇറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അതായത് ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, ആ എനർജി നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയാണ് അതിൻ്റെ ഫ്രീ എനർജി എന്ന് പറഞ്ഞത്. In other words, free energy is a measure of the capacity of the system to do useful work. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ യൂസ്ഫുൾ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ഒരു മെഷറാണ്. സോ ഒരു സിസ്റ്റത്തിന് എത്രത്തോളമാണ് യൂസ്ഫുൾ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നതിൻ്റെ ഒരു മെഷറാണ് ആ സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രീ എനർജി. താങ്ക് യു.